Good afternoon, all. Good Good afternoon. afternoon, ma'am. Good afternoon. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻസ്? ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ ബാക്കി എടുക്കാം അല്ലെ? മിസ് ബാക്കി എടുത്തോട്ടെ. നമ്മ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വരെയാണല്ലേ പഠിച്ചത്. എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പകരാൻ സാധ്യതയുള്ള രീതികള്, മാർഗങ്ങള് ഏതൊക്കെയാണ് അല്ലെ? ഏതിലേക്ക് കൂടി എന്താണ് മാധ്യമങ്ങള് അല്ലെ? എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പകരാൻ സാധ്യതയുള്ള മാർഗങ്ങള് ഏതൊക്കെയാണ്? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ തടയുക. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ വരുന്നത് തടയുന്നതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് QA, quality assurance or quality മിസ് മറ്റേ ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തപ്പോഴൊക്കെ ലബോറട്ടറി എടുത്തിട്ടുണ്ടായില്ലേ സൈൻ ബോർഡുകള്? എന്താണ് റേഡിയോ ഐസോട്ടോപ്പുകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സിമ്പിൾസ് ഒക്കെ വരാം ട്ടാ. നിങ്ങൾക്ക് അതിൽ കുറച്ച് ഒരു 4-5 സിമ്പിൾ അല്ലേ പഠിക്കാനുള്ളൂ, സൈൻ അല്ലേ പഠിക്കാനുള്ളൂ. അതിനേതെങ്കിലും വരുള്ളൂ ചോദിക്കുകയാണെങ്കിൽ തന്നെ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നോക്കിക്കോട്ടാ. Controlling nosocomial infection is to implement QA, quality assurance or quality control, QC, quality control measures to the healthcare sectors. എന്താണ് ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് നമുക്ക് വരുന്നത്? ഹോസ്പിറ്റലുകളിൽ നിന്നാണ് അല്ലെ? ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ നിന്നാണ് അല്ലെ? അപ്പൊ അവിടെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, പ്രൊസീജിയേഴ്സ്, എന്താണ് ട്രീറ്റ്മെന്റുകള്, കെയർസ്, മെഡിസിൻസ്, അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിലുള്ളതായിരിക്കണം? ക്വാളിറ്റി അഷുറൻസ് അല്ലെ, ഗുണനിലവാരമുള്ളത്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ആയിട്ടല്ലേ, ക്വാളിറ്റി ചെക്ക് ചെയ്തതായ ഗുണനിലവാരം ഉറപ്പുള്ളതുമായ ട്രീറ്റ്മെന്റുകള്, കെയർസ് ഒക്കെ രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്, അവിടെ വരുന്ന ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വെച്ചോ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ തടയാൻ സഹായിക്കില്ലേ? സഹായിക്കുമോ? സഹായിക്കും. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങള്, മെഷേഴ്സ് എന്താണ്? ക്വാളിറ്റി അഷുറൻസ് ഉള്ള, ക്വാളിറ്റി കൺട്രോൾ ഉള്ള പ്രവർത്തനങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി ഫീസിബിൾ അപ്രോച്ച്. ഇതിന് പ്രായോഗികമായ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ള ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം, ഫീസിബിൾ ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞത് എന്താണ്? എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ആണ്. എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്ത് കാണിട്ട് അതിന് വേണ്ടി ഡിസിഷൻ എടുക്കുക. അപ്പൊ എന്താണ് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്? എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻസ് എടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? നോസോകോമിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ഡിസിഷൻ ആയിരിക്കും എടുക്കേണ്ടത്? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ തടയാം, ഇതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാം, ഇത് എങ്ങനെയൊക്കെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്ത് കാണിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കാം. ഓരോ ഇൻഫെക്ഷൻസും പ്രത്യേക രീതിയിലായിരിക്കും അല്ലെ? ഓരോ മെത്തേഡിലായിരിക്കും പകരുന്നത്, ആണോ?
ആണോ? ചില ഇൻഫെക്ഷൻസ് എന്താണ് ഇൻസെക്ട്സിലൂടെ അല്ലെ, നമ്മുടെ മോസ്കിറ്റോസ്, ഫ്ലൈസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ബീസ് അതിലൂടെയൊക്കെ ആയിരിക്കും പടരുന്നത്. ചിലത് എന്താണ് വൈറസിലൂടെ ആയിരിക്കും അല്ലെ, ചിലത് എന്താണ് നമ്മുടെ എയറിലൂടെ ആയിരിക്കും പടരുന്നത്. അപ്പൊ എന്താണ് ഓരോന്നിനും ഓരോ രീതിയിലുള്ള പ്രിക്കോഷൻസും എന്താണ് പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിരിക്കില്ല ആവശ്യം. അപ്പൊ എന്താണ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് പ്രായോഗിക നോസോകോമിയൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ആണ്. ക്ലിയർ ആയോ? അത് എന്താണ് ഹോസ്പിറ്റൽ സെക്ടേഴ്സില്, ഹെൽത്ത് കെയർ സെക്ടേഴ്സില് നടക്കുന്ന പ്രവർത്തനങ്ങൾ മെഷേഴ്സ് എന്താണ് ക്വാളിറ്റി ആയിട്ടുള്ള, ക്വാളിറ്റി ഗുണനിലവാരമുള്ളതും ഗുണനിലവാര നിയന്ത്രണമുള്ളതുമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. പിന്നെ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് തടയുന്നതിനുള്ള പ്രായോഗിക മാർഗങ്ങൾ എന്താണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ്, these are following ways to prevent HAI. HAI തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ് സാനിറ്റേഷൻ. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാനിറ്റേഷൻ എന്താണ്? CSSB-ലൊക്കെ പഠിച്ചിട്ടില്ലേ? സ്റ്റെറിലൈസേഷൻ, സാനിറ്റേഷൻ, ക്ലീൻലിനെസ് എന്താണ്? ശുചിത്വം അല്ലെ, ശുചീകരണം നടത്തുക അല്ലെ. എന്തൊക്കെ രീതിയിൽ നമുക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താം? ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എക്യുപ്മെന്റ്സുകളുണ്ട്, ഹോസ്പിറ്റലിലെ സറൗണ്ടിങ്സുകളുണ്ട് അല്ലെ, ആണോ? നമുക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ യൂണിഫോമുകളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതൊക്കെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും? ഹോസ്പിറ്റലില് സ്റ്റെറിലൈസ് ചെയ്യാം. പിന്നെ എന്താണ് കഴുകൊക്കെ ചെയ്തൂടെ, വാഷ് ചെയ്തൂടെ? സ്റ്റെറിലൈസേഷൻ, വാഷ് ചെയ്യാം അല്ലേ. ഇപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് പിന്നെന്താണ് സാനിറ്റൈസ് ചെയ്യാം അല്ലെ. പിന്നെന്താണ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, നഴ്സുമാർ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ഒരു രോഗിയെ എന്താണ് ടച്ച് ചെയ്യുന്നതിന് മുമ്പും ശേഷമൊക്കെ എന്താണ് ചെക്കപ്പ് ചെയ്യുന്നതിന് മുമ്പും ശേഷമൊക്കെ എന്താണ് കൈ കഴുകുക അല്ലെ, ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഇൻഫെക്ഷൻസിനെ നമുക്ക് കളയാൻ പറ്റില്ലേ. ഹാൻഡില് നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻസിനെ നമുക്ക് എന്താണ് കഴുകി കളയാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിയാൽ എന്തൊക്കെയാണ് സാനിറ്റേഷൻ ശുചീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് സാനിറ്റേഷൻ പ്രോട്ടോകോൾസ് കൺസേണിംഗ് യൂണിഫോംസ്, എക്യുപ്മെന്റ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്. എന്താണ് ഹോസ്പിറ്റൽ സാനിറ്റേഷൻസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് യൂണിഫോമുകളിൽ എന്താണ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക് അല്ലെ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് യൂണിഫോംസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ എന്താണ് കഴുകുക. കൺസേണിംഗ് യൂണിഫോം, എക്യുപ്മെന്റ്, സ്റ്റെറിലൈസേഷൻ എന്താണ് എക്യുപ്മെന്റുകൾ സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക. വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ് എന്താണ് വാഷ് ചെയ്യുക, എന്താണ് കഴുകുക. അത് കൂടാതെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. Thorough hand washing and or use of alcohol drugs by all medical personnel before and after each patient's contact is one of the most effective ways to fight nosocomial infections. എന്താണ് ഒരു പേഷ്യന്റിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പും ശേഷവും എന്താണ് മെഡിക്കൽ പേഴ്സണൽ അല്ലെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിരിക്കട്ടെ, അവരുടെ കൈകള് തൊറവായിട്ട് നല്ല രീതിയിൽ കഴുകുകയും അല്ലെങ്കിൽ എന്താണ് ആൽക്കഹോൾ കണ്ടന്റ് ഇറങ്ങിക്കുന്ന സാനിറ്റൈസേഴ്സ്. ഇപ്പൊ കൊറോണ ഇറങ്ങിയ സമയത്ത് എന്താണ് എല്ലാവരുടെ കയ്യിലും സാനിറ്റൈസേഴ്സ് ഉണ്ടായില്ലേ. സാനിറ്റൈസർ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതെന്തിനാണ് നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത്? സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മുടെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ?
എന്തിനു വേണ്ടിയിട്ടാണ്? അണുവിമുക്തമാക്കാൻ. അപ്പൊ എന്താണ്, ഒരു പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തതിന് മുമ്പ് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം മെഡിക്കൽ പേഴ്സൺസ് എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ് മൈക്രോ ഓർഗാനിസംസിനെ കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ് വാഷ് നല്ല രീതിയിൽ തോറോ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് കാണിട്ട് കൈ റബ്ബ് ചെയ്യുക. Sanitizing surface is part of control measures to reduce lessen nosocomial infection in healthcare environment. Notwithstanding sanitation protocols, patient cannot be completely isolated from communicable agents. എന്നാണ് ഇങ്ങനെയുള്ള സാനിറ്റൈസിംഗ് രീതികൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫെക്ഷൻസിന് അണുബാധന മുഴുവനായിട്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? സാനിറ്റൈസിംഗ് രീതിയില മുഴുവനായിട്ട് നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? ഇപ്പൊ കൈ ഇല്ല അല്ലെ, നമ്മൾ എന്താണ് കൈ നമുക്ക് വാഷ് ചെയ്യുന്നുണ്ട്, നമുക്ക് കയ്യിൽ പറ്റിയിരിക്കുന്ന അണുക്കളെ നമുക്ക് എന്താണ് നശിപ്പിച്ച് കളയാം. പക്ഷെ എന്താണ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിന്നിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സാനിറ്റൈസിംഗ് പ്രൊസീജിയേഴ്സിലൂടെ ഇങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ എന്താണ് ഒരു പരിധി വരെ നമുക്ക് അണുക്കളെ നശിപ്പിക്കാൻ കഴിയും. Moreover, patients are often advised to make antibiotics and other antimicrobial drugs to help treat illness. This may enlarge the selection pressure for the emergence of resistant strains. എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് മിക്കവാറും പേഷ്യൻസിന് ആന്റിബയോട്ടിക്സ് തരാറുണ്ട് അല്ലെ, തരാറുണ്ടോ? ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകൾ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് തരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് തരുന്നത് കൊണ്ട്, അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകൾ തരുന്നത് കൊണ്ട് എന്താണ് ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒരാളുടെ ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ആന്റിബയോട്ടിക്സിലൂടെ നമുക്ക് സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ കഴിക്കുന്നത് കൊണ്ട് എന്താണ് ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യന്റിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും HAI ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആന്റിബയോട്ടിക്സുകൾ അവരെ സഹായിക്കുന്നു. ക്ലിയർ ആയോ? സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്തിനാണ് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസിനെ മൈക്രോബ്സിനെ നശിപ്പിക്കാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താം? അവിടെയുള്ള അവരുപയോഗിക്കുന്ന യൂണിഫോംസുകൾ കഴുകുക, എക്യുപ്മെന്റുകൾ സ്റ്റെറിലൈസ് ചെയ്യാം, വാഷ് ചെയ്യാം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അതല്ലെങ്കിൽ എന്താണ് ഒരു രോഗിയുമായി കോണ്ടാക്ട് ചെയ്യുന്നതിനും മുമ്പും ശേഷം എന്താണ് ആ മെഡിക്കൽ പേഴ്സൺ ആരാണോ അവരുമായി കോണ്ടാക്ട് ചെയ്യുന്നത് ആ പേഴ്സൺ എന്താണ് നല്ല രീതിയിൽ കൈ കഴുകുകയോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കാണിട്ട് കൈ എന്താണ് റബ്ബ് ചെയ്യുകയോ ചെയ്യുക. എന്താണ് ഇങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ ഒരു പരിധി വരെ ഒരു 90% നമുക്ക് എന്താണ് അണുവിമുക്തമാക്കാം എന്നല്ലാതെ പൂർണ്ണമായും ഒരാളിൽ നിന്നും ഇങ്ങനെയുള്ള അണുക്കളെ HAI പോലുള്ള അതായത് നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ നമുക്ക് തടയുന്നതിന് സാധിക്കില്ല. നെക്സ്റ്റ് എന്താണ് ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സ് അതല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ ഡ്രഗ്സുകൾ എന്താണ് ഈ പേഷ്യൻസിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഇൻഫെക്ഷൻസിനെ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രഷർ ഒരു എന്താണ് ഒരു പവർ അവർക്ക് കൊടുക്കുന്നു. ക്ലിയർ ആയോ? സാനിറ്റേഷൻ. നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ. സാനിറ്റേഷൻ ക്ലിയർ ആയോ?
ശുചീകരണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനം കഴുകല് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുക, അങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ അണുവിമുക്തമാക്കുന്നതാണ് സാനിറ്റേഷൻ. നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണുനശീകരണം ചെയ്യുക അല്ലെ. സ്റ്റെറിലൈസേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ബയോമെഡിക്കൽ വേസ്റ്റിൽ പഠിച്ചോ? എന്തൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം നോക്കാം നമുക്ക്. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. എന്താണ് സ്റ്റെറിലൈസേഷൻ? സാനിറ്റൈസേഷനെക്കാട്ടി കൂടുതൽ ഇഫക്റ്റീവായ ഒരു പ്രവർത്തനമാണ് അല്ലെ. എന്താണ്? സാനിറ്റൈസ് ചെയ്യുന്നതിൽ കൂടുതൽ അണുക്കളെ ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് എന്താണ് നശിപ്പിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. It destroys all microbes on equipment and surface through exposure to chemicals, ionizing radiation, dry heat or steam under pressure. എന്താണ്? നമുക്ക് all microbes-നെ, എല്ലാ അണുക്കളെയും, എല്ലാ മൈക്രോബ്സിനെ എന്താണ് എക്യുപ്മെന്റിൽ അടങ്ങിയിരിക്കുന്ന എക്യുപ്മെന്റുകൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് ആ എക്യുപ്മെന്റിലുള്ള ഇൻഫെക്ഷൻസിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു അല്ലേ? ആണോ? പിന്നെ എന്താണ് സർഫസസ്? എന്താണ് സർഫസസ്? നമുക്ക് എങ്ങനെ ചെയ്യാം? കെമിക്കൽസ് ഉപയോഗിച്ചിങ്ങാണ്ടിട്ട് അല്ലെ. എന്താണ് കെമിക്കൽ ലിക്വിഡ്സുകളോ അല്ലെങ്കിൽ കെമിക്കൽ റിയേജൻസോ വഴി എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ ഉപയോഗിച്ച് എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് ഹീറ്റ് ഉപയോഗിച്ചിങ്ങാണ്ടിട്ട് അല്ലെ സ്റ്റെറിലൈസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് സ്റ്റീം അണ്ടർ പ്രഷറിന്റെ കീഴില് എന്താണ് സ്റ്റീം ഉപയോഗിച്ച്, നീരാവി ഉപയോഗിച്ച്. നമ്മ ഓട്ടോക്ലേവ് പഠിച്ചില്ലേ? ഓട്ടോക്ലേവ് ഓർമ്മയുണ്ടോ? ഓട്ടോക്ലേവിൽ എന്താണ് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യാണല്ലേ. അങ്ങനെയുള്ള ഓട്ടോക്ലേവ് മെത്തേഡിലൂടെ നമുക്ക് എന്താണ് അണുവിമുക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഈ എക്സ്പോസർ ടു കെമിക്കൽസ്, അയണൈസിങ് റേഡിയേഷൻ, ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം അണ്ടർ പ്രഷർ എന്ന് പറയുന്നത് പല രീതിയിലുള്ള സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ് കേട്ടോ. ഡിഫറെന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമുക്ക് കെമിക്കൽസ് ഉപയോഗിച്ച് എക്യുപ്മെന്റ്സുകൾ, അതല്ലെങ്കിൽ എന്താണ് ആ സർഫസുകളെ, ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള സ്ഥലങ്ങൾ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ് റേഡിയേഷൻ മെത്തേഡിലൂടെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. അതല്ലെങ്കിൽ ഉയർന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിങ്ങാട്ട് അല്ലെ ചൂട് കടത്തി വിട്ടിങ്ങാട്ട് സ്റ്റെറിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ചിങ്ങാട്ട് ഓട്ടോക്ലേവിംഗ് മെത്തേഡിലൂടെ സ്റ്റെറിലൈസ് ചെയ്യാം. ക്ലിയർ ആയോ സ്റ്റെറിലൈസേഷൻ പ്രോസസ്? നെക്സ്റ്റ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസൊലേഷൻ നമ്മൾ പല ക്ലാസ്സുകളിലും അല്ലെ പല ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ട്. ഐസൊലേഷൻ എന്താണ്? ഒറ്റപ്പെട്ട മുറിയിൽ ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളെ മാറ്റി താമസിപ്പിക്കുന്നതാണ് ഐസൊലേഷൻ. എന്താണ് മറ്റുള്ള രോഗികൾക്ക്, ഈ പേഷ്യന്റിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാൻ അയാളെ മാറ്റി താമസിപ്പിക്കുക, ഒറ്റപ്പെട്ട റൂമുകളിൽ താമസിപ്പിക്കുക. നെക്സ്റ്റ് നോക്കിയേ ഐസൊലേഷൻ. ഐസൊലേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് precautions designed to transmit microbes by common routes in hospitals. എന്താണ് ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിൽ കൂടെ ഈ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള ഒരു പ്രിക്കോഷൻസ്, ഒരു മുൻകരുതലാണ് ഐസൊലേഷൻ. ഇപ്പൊ എന്താണ് സാധാരണ വഴികൾ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, അപ്പൊ എന്താണ് നേരിട്ട് ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യും, അതല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യും. അപ്പൊ എന്താണ് അവര് മറ്റുള്ള പേഷ്യൻസുമായി ഒരു കോണ്ടാക്ട് വരെയാണ് അല്ലെ. സാധാരണ വഴികളിലൂടെ ഒരു കോണ്ടാക്ട് വരെയാണ് അല്ലെ. ഫാർമസിയിൽ ചെന്ന് മെഡിസിൻസ് മേടിക്കും, ലാബുകളിൽ ചെന്ന് അല്ലെ, കൂട്ടത്തിൽ ചെന്ന് ടെസ്റ്റുകൾക്ക് വേണ്ടി നിൽക്കും അല്ലെ. ആണോ? എന്താണ് എല്ലാവരും ഉറങ്ങിയാണോ?
അപ്പൊ എന്താണ് അങ്ങനെയുള്ള സാധാരണ വഴികളിൽ കൂടി അവർ പോയി കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ള ആളുകൾക്കും കൂടി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെയുള്ള സാധാരണ വഴികളിൽ കൂടി ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിൽ കൂടി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള എന്താണ് കേസുകൾ പേഷ്യൻസിനെ ഐസൊലേറ്റ് ചെയ്യുന്നതാണ് ഇതിനുള്ള പ്രിക്കോഷൻസ്. ഈ ഇൻഫെക്ഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏക പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക, മാറ്റി താമസിപ്പിക്കുക അല്ലെ. Because agents and host factors are more difficult to control, interpretation of transfer of microsis directly mainly by transmission. എന്താണ് ഇവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചില്ല, വേറെ എന്താണ് വേറെ മാറ്റി താമസിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൂട്ടത്തിലാണ് എല്ലാവരും കൂടി സാധാരണ പോലെ മിങ്കിൾ ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്പ്രെഡ് ചെയ്യും അല്ലെ. ആ സ്പ്രെഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ആ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാൾ എന്താണ് നമുക്ക് വാർഡിൽ താമസിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? വാർഡിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. പിന്നെ എന്താണ് പേഷ്യൻസ് മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത്. അവിടെ എന്താണ് അവർക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും. അതുകൂടാണ്ട് വിസിറ്റേഴ്സ് വരൂലേ, ഈ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും. കൂടാതെ എന്താണ് അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വിസിറ്റേഴ്സ് വരൂലേ. അപ്പൊ ഈ ഇൻഫെക്ഷൻസ് വലിയ രീതിയിൽ അല്ലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തായും സ്പ്രെഡ് ചെയ്യും. ക്ലിയർ ആയോ? എക്സാമ്പിൾ ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷസ് കേസസ് ഇൻ ഹോസ്പിറ്റൽസ്. ഇതിനുള്ള ഏക എക്സാമ്പിൾ, ഏക പ്രതിവിധി എന്ന് പറയുന്നത് എന്താണ്? ഇവരെ ഐസൊലേഷൻ ചെയ്ത് അല്ലെ ഇവരെ മാറ്റി താമസിപ്പിക്കുന്നതാണ് ഇതിനുള്ള ഏക പ്രിക്കോഷൻ. ഇങ്ങനെയുള്ള അസുഖങ്ങള് ഇൻഫെക്ഷൻ ബാധയേൽക്കാതിരിക്കാൻ എന്താണ് ഇവരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി ഒറ്റപ്പെട്ട റൂമുകളിൽ താമസിപ്പിക്കുക. ക്ലിയർ ആയോ? ഐസൊലേഷൻ എന്താണ് ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിൽ കൂടെ വരുന്ന ഇൻഫെക്ഷൻസിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഉള്ള ഒരു മുൻകരുതലാണ് ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ഈ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മൈക്രോബ്സുകൾ സ്പ്രെഡ് ചെയ്യും. ഇതിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത് എന്താണ്? ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുക. ക്ലിയർ ആയോ? ഐസൊലേഷൻ ഇപ്പൊ എന്താണ് നിപ്പ വന്നപ്പോ അല്ലെ, അല്ലെങ്കിൽ കൊറോണ വന്നപ്പോ അവരെ എങ്ങനെയാണ് താമസിപ്പിച്ചത്? നമ്മ ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിച്ചല്ലേ. ഹോസ്പിറ്റലുകളിലാണെങ്കിലും അല്ലെ അവരെന്താണ് ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിച്ച്. അപ്പൊ എന്താണ് അവർക്ക് അസുഖം മാറിക്കഴിഞ്ഞ് കുറച്ച് ദിവസം 1-2 ദിവസം ഒബ്സർവേഷനിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അവരെ പുറത്തേക്ക് വിടാം. അപ്പൊ എന്താണ് മറ്റുള്ള രോഗികൾക്ക് അസുഖങ്ങള് വരുന്നത് നമുക്ക് എന്താ തടയാൻ സാധിക്കില്ലേ? സാധിക്കോ? ഇപ്പൊ നിപ്പ വന്നപ്പോഴ കൊറോണ വന്നപ്പോഴല്ലേ എന്താണ് അവരുമായി സമ്പർക്കമുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് റൂട്ട് മാപ്പ് തയ്യാറാക്കി. കണ്ടില്ലേ നിങ്ങത് ന്യൂസിലൊക്കെ അല്ലെ? കണ്ടില്ലേ? ഇപ്പൊ എന്താണ് ഒരുപാട് ആളുകൾക്ക് അത് സ്പ്രെഡ് ചെയ്തില്ലേ. ഫസ്റ്റ് വന്ന ആൾ എന്താണ് എന്തോ മാരേജ് ഫംഗ്ഷന് കൂടിയതൊക്കെ അല്ലേ ഒരുപാട് ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ പറ്റിയത്, സ്പ്രെഡ് ചെയ്തതൊക്കെ ആണോ? ആണ്. പിന്നെ അങ്ങനെയുള്ള ആളുകളെ പേഷ്യൻസിന് എന്താണ് ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രിക്കോഷൻസ് ഏക പ്രതിവിധി. നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിംഗ് കൊറോണ വന്നപ്പോ എല്ലാവരും ചെയ്തിരുന്ന കാര്യമാണ് അല്ലെ. എന്താണ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോയി കൈ കഴുകൂല്ലേ, ഹാൻഡ് വാഷ് ചെയ്യുക. എല്ലാ പബ്ലിക് പ്ലേസിലും അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും ഹാൻഡ് വാഷിന്റെ പ്രൊസീജിയേഴ്സിൽ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്റ്റെപ്പുകള്? അതന്നെയാണ് നമുക്ക് എന്താണ് ഹാൻഡ് വാഷ് ചെയ്യുക. അപ്പൊ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ തൊട്ടിട്ട് നമ്മുടെ കൈയും ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ എന്താണ് കൈ കഴുകുന്നതിലൂടെ ആ ഇൻഫെക്ഷനെ നമുക്ക് നശിപ്പിച്ചു കളയാൻ സാധിക്കുന്നു.
ഇതിൽ നോക്കിയേ ഹാൻഡ് വാഷിംഗ്. ഹാൻഡ് വാഷിംഗ് frequently is called a single most prime measure to lessen the risk of transmitting skin microbes from one person to another or from one side to another. എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നതും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പടരുന്നതുമായ എന്താണ് സ്കിൻ മൈക്രോബ്സുകളെ, നമ്മുടെ സ്കിന്നുമുള്ള മൈക്രോബ്സുകളെ അണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഫ്രീക്വന്റ്ലി ആയിട്ടല്ലേ നമ്മൾ നല്ല രീതിയിൽ കൈ കഴുകുന്നത്. വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ പ്രോപ്പർ ആൻഡ് thorough manner as possible between patient contact and after contact with the blood, body fluids, secretion, excretion and equipment articles contaminated by the in a prime factor of infection control and isolation precautions. എന്താണ് ഒരാളെ ഒരു ഇൻഫെക്റ്റഡ് ബാധയായിട്ടുള്ള ഒരാളെ തൊടുക, അതല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് കണ്ടാമിനേഷൻ സംഭവിച്ചിട്ടുള്ള എന്താണ് ബ്ലഡിലോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിലോ അല്ലെങ്കിൽ സെക്രീഷൻ എന്ന് പറഞ്ഞാലും ഉമിനീര് അല്ലെങ്കിൽ തുപ്പല് അതിൽ ടച്ച് ചെയ്യുക, അതിലെ എക്സ്ക്രീഷൻ വിസർജനങ്ങൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളിലൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതിലൂടെ എന്താണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ, നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ നമുക്ക് എന്താണ് നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ക്ലിയർ ആയോ? നമ്മെ എന്താണ് സ്കിൻ മൈക്രോബ്സുകളെ ഒരാളുടെ സ്കിന്നിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ബോഡിയിലൂടെ, നമ്മുടെ കൈയിലൂടെ പടരുന്ന സ്കിൻ മൈക്രോബ്സുകളെ എന്താണ് ഹാൻഡ് വാഷിലൂടെ നമുക്ക് എന്താണ് നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ ടച്ച് ചെയ്യുക, അതല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീഷൻ, സെക്രീഷൻ, അതല്ലെങ്കിൽ ബ്ലഡിലൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞിട്ട് എന്താണ് കൈ കഴുകി കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഈ ഇൻഫെക്ഷൻസിനെ, നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ നമുക്ക് ഈ കൈ കഴുകുന്നതിലൂടെ, നല്ല രീതിയിൽ കൈ കഴുകുന്നതിലൂടെ ഇതെന്താണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ, മൈക്രോബ്സുകളെ നശിപ്പിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അത് സെക്രീഷൻ എന്ന് പറഞ്ഞാല് തുപ്പല്, ഉമിനീര് എന്നൊക്കെ പറയില്ലേ. നമുക്കിത് ഇവര് കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേക്കാണ്. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല് ശുചീകരണ പ്രവർത്തനങ്ങളെ നമുക്ക് ശുദ്ധീകരണം ചെയ്യുക. നമ്മ വീട്ടിലാണെങ്കിലും എന്തൊക്കെയാണ് ചെറിയ പിള്ളേര് നിലത്ത് കിടന്ന് ഉരുളൂല്ലേ, അവര് കുഞ്ഞു പിള്ളേര് എന്താണ് നിലത്ത് ഭക്ഷണം വീണാല് അതെടുത്ത് കഴിക്കില്ലേ, കഴിക്കോ? അവർ ഫുൾ ടൈം നമ്മുടെ നിലത്ത് ഫ്ലോറിലായിരിക്കും ഇരുന്ന് കഴിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ നല്ലോണം വൃത്തിയാക്കൂലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലോർ ക്ലീനിങ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാൻ അല്ലേ. അതെന്താണ്? അതൊരു സാനിറ്റേഷൻ പ്രോസസ് ആണല്ലേ. ആണോ? ഡെറ്റോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫിനോയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്ലീനിങ് ചെയ്യും. അതെന്താണ്? അതൊരു സാനിറ്റേഷൻ പ്രവർത്തനമാണ് അല്ലെ. ഇൻഫെക്ഷൻ ബാധ വരാതിരിക്കാൻ അല്ലെ, ആ കുഞ്ഞിന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു സാനിറ്റേഷൻ പ്രവർത്തനമാണ്. അതേപോലെ ഹോസ്പിറ്റലുകളിൽ എന്താണ് അങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനം എന്താണ്? അവരുപയോഗിക്കുന്ന യൂണിഫോംസുകൾ കഴുകുക, അതല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റുകൾ സ്റ്റെറിലൈസ് ചെയ്യുക, അതല്ലെങ്കിൽ അവിടെ ഉള്ള എന്താണ് മെഡിക്കൽ പേഴ്സൺസിന്റെ എന്താണ് കൈ കഴുകുക, അല്ലെങ്കിൽ അവരെന്താണ് സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് നാട്ടിട്ട് അണുവിമുക്തമാക്കുക. അങ്ങനെയുള്ള സാനിറ്റൈസേഷൻ പ്രോസസ് ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ ഒരു ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് പകരുന്നത് തടയാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ അണുവിമുക്തമാക്കുന്ന പ്രക്രിയ. നെക്സ്റ്റ് എന്താണ്? സ്റ്റെറിലൈസേഷൻ. എന്താണ്? റേഡിയേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹീറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് മെത്തേഡിലൂടെ അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്ത് കാണിട്ട് എന്താണ് അവിടെയുള്ള എക്യുപ്മെന്റ്സുകൾ അതല്ലെങ്കിൽ സർഫസുകളൊക്കെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക. നെക്സ്റ്റ് എന്താണ്? ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാല് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അസുഖങ്ങളെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അല്ലെ, പകരാതിരിക്കാൻ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളുകളെ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക.
നെക്സ്റ്റ് എന്താണ് ഹാൻഡ് വാഷിംഗ്, കൈ കഴുകുക. എന്താണ് ഡയറക്റ്റ് സ്കിൻ മൈക്രോബ്സുകൾ പടരാതിരിക്കാൻ ഇൻഫെക്റ്റഡ് ബാധയേറ്റിട്ടുള്ള ഒരാളെ ടച്ച് ചെയ്യുന്നതിലൂടെയോ അതല്ലെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ അതല്ലെങ്കിൽ ബ്ലഡുകൾ അല്ലെങ്കിൽ അവരെ തുപ്പലുകള് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാല് വിസർജനങ്ങള് യൂറിനൊക്കെ ഇല്ലേ അങ്ങനെയുള്ള വിസർജനങ്ങളൊക്കെ എന്താണ് നമ്മൾ ജസ്റ്റ് അറിയാതെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ എന്താണ് നമ്മൾ കൈ കഴുകുന്നതിലൂടെ നമുക്ക് ആ ഇൻഫെക്ഷൻസിനെ നശിപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? നാലെണ്ണം. നെക്സ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE കിറ്റ്. ആരൊക്കെ കണ്ടിട്ടുണ്ട് PPE കിറ്റ്? ആരൊക്കെ കണ്ടിട്ടുണ്ട് PPE കിറ്റ്? കണ്ടിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണുള്ളത് PPE കിറ്റില്? എന്തൊക്കെയാണുള്ളത് PPE കിറ്റില്? പറയ് എന്തൊക്കെയുണ്ട്? ഗ്ലൗസ് ഉണ്ട്. ഗ്ലൗസ് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്? ഹാൻഡ്സിന്. പിന്നെ എന്താ ഉണ്ട്? ഗൗൺ ഉണ്ടാ? മാസ്ക് ഉണ്ട്. മാസ്ക് എന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്ക്? നമ്മുടെ നോസിനെ അല്ലെ, മൗത്തിനെ, നോസിനെ. പിന്നെ ഗൗൺ ഉണ്ട്. ഐവിയർ ഉണ്ട് അല്ലെ, ഐനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിട്ട് അല്ലെ. പിന്നെ എന്താണ് നമ്മുടെ ബോഡീനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത്സിനാല് നമ്മൾ ഇട്ടിരിക്കുന്ന ക്ലോത്തിനെ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് എന്താണ് ഗൗൺ യൂസ് ചെയ്യുന്നു. അപ്പൊ ക്ലിയർ ആയ? അതിൽ അത്രേ ഉള്ളൂ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പേഴ്സണൽ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPE കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ്. എന്താണ് PPE? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഗ്ലൗസുകള്. ഗ്ലൗസ് എന്തിനാണ്? നമ്മുടെ കൈയിനെ പ്രൊട്ടക്ട് ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. ഗൗൺസ് എന്താണ്? നമ്മുടെ ക്ലോത്തിനെ അല്ലെങ്കിൽ സ്കിന്നിനെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോഡീനെ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. മാസ്ക് എന്താണ്? നമ്മുടെ നോസിനെ അല്ലെങ്കിൽ മൗത്തിനൊക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഐവിയർ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യും. യൂസ്ഡ് ടു മേക്ക് ബ്ലോക്കേഡ്സ് ദാറ്റ് പ്രൊട്ടക്ട് സ്കിന്ന്. എന്താണ് ബ്ലോക്കേഡ്സ് എന്ന് പറഞ്ഞാല് തടസ്സം. ഇൻഫെക്ഷൻ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നത് തടസ്സം നിൽക്കുന്നു, ബ്ലോക്കേഡ്സ് ആയിട്ട് നിൽക്കുന്നു. ദാറ്റ് പ്രൊട്ടക്ട് സ്കിന്ന്, ക്ലോത്തിങ്. ഇപ്പൊ എന്താണ് നമ്മുടെ ഈ ഗൗണുകൾ എന്താണ് നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ ബോഡീനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിനെ ഇൻഫെക്ഷൻ എടുക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. മൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നോസിന്റെ ഉള്ളില് മൂക്കിന്റെ ഉള്ളില് ഈ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് പൊടിപടലങ്ങളൊക്കെ പോകാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കുന്ന സുഷിരങ്ങൾക്ക് ഒരു ഇതുപോലെ നിൽക്കില്ലേ, അതിനെ പറയുന്നതാണ് മൂക്കസ് മെംബ്രെയിൻ. ശ്ലേഷ്മപാളി എന്ന് പറയും നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ എന്താണ് പൊടിപടലങ്ങള് പൊടികള് അതല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് ഒന്നും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് മൂക്കിലൂടെ പ്രവേശിക്കാതിരിക്കാനുള്ള ശ്ലേഷ്മപാളിയെയാണ് മൂക്കസ് മെമ്പറൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ മാസ്ക് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഈ മൂക്കസ് മെമ്പറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ഇൻഫെക്ഷസ് ഏജന്റ് എന്താണ് നമ്മൾ ശ്വാസം വലിക്കുന്നത് എന്തിൽ കൂടിയാണ്? എന്തിൽ കൂടിയാണ്? നോസിലെ കൂടിയാണ് അല്ലെ, മൂക്കിലെ കൂടിയാണ്. അപ്പൊ എന്താ നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ശ്വാസം വലിക്കുമ്പോ എയറിലേക്ക് കൂടി അല്ലെ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്സിലേക്ക് എന്താണ് ഈ ഇൻഫെക്ഷൻസ് കടന്നു പോകാൻ സാധ്യതയുണ്ടല്ലേ. എന്താണ് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ നോസിലേക്ക് കൂടി എന്താണ് ഈ ഇൻഫെക്ഷൻസ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്സിലേക്ക് ഈ ഇൻഫെക്ഷൻസ് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? നമുക്ക് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കില്ലേ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇങ്ങനെയുള്ള ഗ്ലൗസുകള് ഗൗണുകള് മാസ്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ക്ലോത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മൂക്കസ് മെമ്പറിനെ അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്സിനൊക്കെ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്നു. ക്ലിയർ ആയോ? ഗ്ലൗസ് എന്തിനാണ്? ബിസൈഡ് ഹാൻഡ് വാഷിംഗ് ഗ്ലൗസ് പ്ലേ a pivotal role in the responsibility of transmission of microbes. എന്താണ്
ഗ്ലൗസ് എന്താണ് നമ്മുടെ കയ്യിൽ കൂടി ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നതിന് തടസ്സം നിൽക്കുന്നു. ഒരു നല്ല പിവോട്ടൽ റോൾ എന്ന് പറഞ്ഞാൽ സുപ്രധാനമായ ഒരു റോള് വഹിക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് 6th അഡീഷണൽ പ്രിക്കോഷൻസ്. അഡീഷണൽ ആയിട്ടുള്ള പ്രിക്കോഷൻസ്, പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? എയർബോൺ പ്രിക്കോഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ പറഞ്ഞില്ലേ, എന്താണ് എയറിൽ കൂടി അണുക്കള് നമുക്ക് ഏൽക്കുന്നുണ്ട് അല്ലേ, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ എയറിൽ കൂടി പടരുന്നത് എങ്ങനെയൊക്കെ നമുക്ക് തടയാം? ഫസ്റ്റ് വൺ, individual room with sufficient ventilation. This consists of air possible, negative pressure door closed. എന്താണ് വെന്റിലേഷൻ, ആവശ്യത്തിനുള്ള വെന്റിലേഷൻ കൊടുത്തിട്ട് ഈ പേഷ്യൻസിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കുക. എന്താണ് ഐസൊലേറ്റഡ് ചെയ്ത് താമസിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. എന്താണ് മറ്റുള്ളവരെ കൂടെ താമസിപ്പിക്കാതെ ഇവരെ ആവശ്യത്തിന് വെന്റിലേഷൻ കൊടുത്തിട്ട് വെന്റിലേഷൻ ഉള്ള ഒരു റൂമില് താമസിപ്പിക്കുക. ദിസ് കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ് എന്ന് വെച്ചാല് നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് എന്താണ് ജനലുകളൊന്നുമില്ല, ആവശ്യത്തിന് വെന്റിലേഷൻ ഫെസിലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ എന്താണ് ഡോർ ഏത് സമയം ക്ലോസ് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ റൂമിലേക്ക് ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കും അല്ലെ. എന്താണ് അവിടെ ഇരിക്കുന്ന ആൾക്ക് എന്താണ് ഒരു ശ്വാസം മുട്ടല, ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും അല്ലേ? ആണോ? ആണ്. അപ്പൊ എന്താണ് അങ്ങനെയുള്ള നെഗറ്റീവ് പ്രഷർ ഒന്നും കൂടാതെ എന്താണ് ആവശ്യത്തിന് വെന്റിലേഷൻ ഒക്കെ കൊടുത്ത ഒരു റൂമിൽ ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ താമസിപ്പിക്കുക. നെക്സ്റ്റ്, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എന്ററിംഗ് ദ റൂം. എന്താണ് ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള നല്ല സർജിക്കൽ മാസ്കുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള മാസ്കുകൾ ഈ ആളെ മാറ്റി, ഈ ഇൻഫെക്റ്റഡ് ബാധ ഏറ്റിട്ടുള്ള ആളെ മാറ്റി താമസിപ്പിക്കുന്ന റൂമുകളിലേക്ക് സ്റ്റാഫുകൾ കയറുമ്പോ എന്താണ് ഇങ്ങനെയുള്ള മാസ്കുകൾ, ഹൈ എഫിഷ്യൻസി ആയിട്ടുള്ള മാസ്കുകൾ യൂസ് ചെയ്ത് എന്താണ് അവർക്ക് മെഡിസിൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ചെക്കപ്പ് ചെയ്യാനൊക്കെ എന്താണ് മെഡിക്കൽ പേഴ്സൺസ് അങ്ങോട്ട്, ഡോക്ടേഴ്സോ നഴ്സുമാർ അങ്ങോട്ട് കയറേണ്ടി വരും അല്ലേ. അപ്പൊ ആ സമയത്ത് അവരെന്താണ് ഇങ്ങനെയുള്ള മാസ്കുകൾ യൂസ് ചെയ്യുക. പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. എന്താണ് അവർക്ക് പരിമിതമായി ഇരിക്കാണ്. എന്താണ് അവര് ആ റൂമിൽ തന്നെ അല്ലെ അവരെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് അവരെ പുറത്തിറക്കി വിടുകയാണെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് കൂടി സ്പ്രെഡ് ചെയ്യും അല്ലെ. ഇൻഡിവിജ്വലായിട്ട് മാറ്റി താമസിപ്പിച്ചു. പക്ഷെ എന്താണ് അവരെല്ലാ കാര്യത്തിനും മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് പോകെങ്കിൽ എന്ത് പറ്റുമോ, മറ്റുള്ളവർക്ക് കൂടി സ്പ്രെഡ് ചെയ്യൂലേ, എന്താണ് സ്പ്രെഡ് ചെയ്യും. അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് അവരെ മാറ്റി താമസിപ്പിക്കുന്ന റൂമിൽ തന്നെ എന്താണ് അവർക്ക് അതിനുള്ള പരിമിതപ്പെടുത്തുക. എന്താണ് അവരെ പുറത്തേക്ക് ഇറക്കാതെ അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താണ് ആ റൂമിൽ തന്നെ ചെയ്യാനുള്ള ഫെസിലിറ്റീസും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. ക്ലിയർ ആയോ? എയർബോൺ പ്രിക്കോഷൻസ്. നെക്സ്റ്റ് എന്താണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാല് തുള്ളികളിൽ കൂടി പകരുന്നത് അല്ലെ, അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? സെപ്പറേറ്റ് റൂം ഫോർ ദി പേഷ്യന്റ് ഇഫ് അവൈലബിൾ. എന്താണ് സെപ്പറേറ്റ് റൂം കൊടുക്കാൻ പറ്റിയാൽ അവരെന്താണ് സെപ്പറേറ്റ് റൂം ചെയ്തിട്ട് എന്താണ് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക. സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ. എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫുകള്, ഡോക്ടേഴ്സ്, നഴ്സുമാര്, മറ്റുള്ളവരൊക്കെ എന്താണ് സർജിക്കൽ സ്പ്ലാഷ് മാസ്ക്, ഇങ്ങനെയുള്ള എഫിഷ്യൻസി ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ യൂസ് ചെയ്യുക. നോട്ട് എ ഗോസ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ കൊറോണ ഇറങ്ങിയ സമയത്ത് തുണികൾ കൊണ്ട് തയ്ച്ച മാസ്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാ? ക്ലോത്തിലൊക്കെ ഉണ്ടാക്കിയ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്താണ് അതൊന്നും യൂസ് ചെയ്യാതെ എന്താണ് സർജിക്കൽ മാസ്ക്, അതെന്താണ് അത് ഇപ്പൊ നമ്മൾ തുണി കൊണ്ടുള്ള മാസ്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നത് തടയാൻ സാധിക്കില്ല. അപ്പൊ അതൊന്നുമില്ല, അങ്ങനെയുള്ള മാസ്കുകളൊന്നും യൂസ് ചെയ്യാതെ മെഡിക്കൽ പേഴ്സൺസ് ഇങ്ങനെയുള്ള സർജിക്കൽ മാസ്കുകൾ യൂസ് ചെയ്യുക. പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ
പേഷ്യന്റിന്റെ മൂവ്മെന്റുകൾ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് വെയർ whenever he or she leaves the room. എന്താണ് പേഷ്യൻസ് ആ റൂമിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷനിൽ അവർക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നാൽ അവരെന്താണ് മാസ്ക്, സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുക. മുകളിലെ എയർബോൺ പ്രിക്കോഷൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണല്ലേ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷനിൽ പറഞ്ഞിരിക്കുന്നത്. സെയിം തന്നെയല്ലേ? എന്താണ് ആർക്കും ഒരു ഉഷാറില്ലല്ലോ ഈ സമയത്ത് ആയിരുന്നോണാ? എന്താണ് നെക്സ്റ്റ് കോണ്ടാക്ട് പ്രിക്കോഷൻ. കോണ്ടാക്റ്റിലൂടെ സമ്പർക്കത്തിലൂടെ അസുഖം ഇൻഫെക്ഷൻ വരുന്നത് തടയുന്നതിനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? സെപ്പറേറ്റ് റൂം ഫോർ ദി പേഷ്യന്റ് ഇഫ് അവൈലബിൾ. എന്താണ് സെപ്പറേറ്റ് റൂം കൊടുക്കുക. Staff should wear gloves when they enter the room. Staff should be wear a gown during patient contact with the contaminated surface or material. എന്താണ് പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ സമ്പർക്കം പുലർത്തുമ്പോൾ എന്താണ് മെഡിസിൻ കൊടുക്കാറുന്നതിന് വേണ്ടിയിട്ടോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് പേഷ്യന്റിനുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്താണ് സ്റ്റാഫുകൾ മാസ്ക് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ എന്താണ് അവര് ഗൗൺ ഉപയോഗിക്കുക. എന്താണ് പേഷ്യന്റിന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാനോ അല്ലെങ്കിൽ ആ റൂമിലെ അവർ ഉപയോഗിക്കും, ആ പേഷ്യന്റ് ആ റൂമിൽ ഉപയോഗിക്കും. എന്താണ് പല സ്ഥലങ്ങളിൽ അല്ലെ ഇവര് ടച്ച് ചെയ്യുന്നതിലൂടെ എന്താണ് അത് ആ സ്ഥലങ്ങള് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ, ഇൻഫെക്ഷൻ ബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും ഇവരെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഗൗണുകളും മാസ്കുകളും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. എന്താണ് പേഷ്യന്റിനായിട്ട് കോണ്ടാക്ട് ചെയ്തതിനു ശേഷവും കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും സ്റ്റാഫുകൾ എന്താണ് ഹാൻഡ് അല്ലെ കൈ നല്ല പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ കൈ കഴുകുക, വാഷ് ചെയ്യുക. ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. എന്താണ് പേഷ്യന്റിന്റെ മൂവ്മെന്റ് ആ റൂമിൽ തന്നെ പരിമിതപ്പെടുത്തുക. അവരെന്താണ് പുറത്തേക്ക് വിടാതെ അവരുടെ പ്രവർത്തനങ്ങൾ ആ റൂമിൽ തന്നെ പരിമിതപ്പെടുത്തുക. ഇത് മൂന്നും ഒന്ന് തന്നെയാണ് അല്ലെ. എയർബോൺ പ്രിക്കോഷൻസും ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസും കോണ്ടാക്ട് പ്രിക്കോഷൻസും ഒന്ന് തന്നെയാണ് അല്ലെ. ഡൗട്ട്സ് ഉണ്ടോ അതിലെന്തെങ്കിലും? സിമ്പിൾ അല്ലേ? എന്താണ് സെലക്ട് ചെയ്ത് താമസിപ്പിക്കുക. അതിൽ എൻ്റർ ചെയ്യുന്ന സ്റ്റാഫുകളും മാസ്കുകളും ഗൗണുകളും യൂസ് ചെയ്യുക. പിന്നെ എന്താണ് പേഷ്യന്റിനായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നല്ല രീതിയിൽ ആ മെഡിക്കൽ സ്റ്റാഫുകള് കൈ കഴുകുക. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ എന്താണ് മൂവ്മെന്റ്സ് ആ റൂമിൽക്കുള്ളിൽ മാത്രമായി പരിമിതപ്പെടുത്തുക. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ അല്ലേ? അത് സിമ്പിൾ ആണല്ലേ. നെക്സ്റ്റ് ആന്റി മൈക്രോബിയൽസ്. അതിലാ നോ മാം എടുത്തിട്ടുണ്ടാ? ഡൗട്ട്സ് ഇല്ലാന്നാണോ? ഓക്കെ. നെക്സ്റ്റ് ആന്റി മൈക്രോബിയൽ സർഫസ്. എന്താണ് സർഫസിൽ അല്ലെ എന്താണ് ഏതെങ്കിലും പ്രതലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റീവ്സില് മൈക്രോബ്സുകളുടെ ഇതുണ്ടാവുന്നത് നമ്മ പറഞ്ഞില്ലേ ഫോർമേറ്റ്. എന്താണ് സോഴ്സസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സോഴ്സസ് ഉറവിടങ്ങൾ പറഞ്ഞു. അതിൽ ഫോർമേറ്റ് എന്ന് പറഞ്ഞ മിസ് പറഞ്ഞു തന്നില്ലേ? ഓർമ്മയില്ല? ഒബ്ജക്റ്റീവ്സ് ആണെന്നും പറഞ്ഞ് ഓർമ്മയുണ്ട? ഫോർമേറ്റ് മിസ് ഈ പിക്ചറിൽ കണ്ട ഫോർമേറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞ് അപ്പൊ മിസ് പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ്സ് ആണ് ഡോറിന്റെ ലോക്കുകള്, പിടികള്, ബെഡുകള് അല്ലെ കട്ടില് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ട? ഒബ്ജക്റ്റീവ്സ് ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ പറയുന്നത്. അത് തന്നെ ആന്റി മൈക്രോബിയൽ സർഫസ് നോക്കിയേ. ടച്ച് സർഫസ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂംസ്. എന്താണ് ഹോസ്പിറ്റൽ റൂംസിൽ കാണുന്ന സർഫസുകൾ പ്രതലങ്ങളില് എന്തൊക്കെയാണ്? സച്ചസ് ബെഡ് റെയിൽസ്. എന്താണ് പേഷ്യന്റ് വീഴാതിരിക്കാൻ സൈഡിലുള്ള ബെഡ് റെയിൽസ് അല്ലെ
സ്റ്റാൻഡുകള്, കോൾ ബട്ടൺസ് എന്താണ് സിസ്റ്ററിൽ എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടി വിളിക്കുന്നതിന് വേണ്ടിയിട്ട് കോൾ ബട്ടൺസ്, ടച്ച് പ്ലേറ്റ്സുകള്, ചെയേഴ്സിലെ കസേരകള്, ഡോർ ഹാൻഡിൽസിലെ ഡോറിന്റെ പിടികള്, ലൈറ്റ് സ്വിച്ചസില്, പിന്നെ ഗ്രാബ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലേ നമുക്ക് എന്താണ് ഹോൾഡ് ചെയ്ത് എന്താണ് നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ ഇല്ലേ, അതാണ് ഗ്രാബ് റെയിൽസ്. പിന്നെന്താണ് ഇൻട്രാവീനസ് പോൾസ് എന്ന് പറഞ്ഞാല് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്നതിനുള്ള സ്റ്റാൻഡ് ഇല്ലേ, അതാണ് ഇൻട്രാവീനസ് പോൾസ്. ഡിസ്പെൻസേഴ്സ് എന്താണ് പേപ്പർ ടവല്, സോപ്പ്, ആൽക്കഹോൾ ജെല്ല്, ഡ്രസ്സിംഗ് ട്രോളീസ് ആൻഡ് കൗണ്ടേഴ്സ് ആൻഡ് ടേബിൾ ടോപ്സ്, ടേബിളിന്റെ മുകളില് കൗണ്ടറുകളില്. പിന്നെന്താണ് നോൺ ടു ബി കണ്ടാമിനേറ്റഡ്. ഗ്രാബ് റെയിൽസ് എന്ന് പറഞ്ഞാല് വാക്കിംഗ് സ്റ്റിക്ക് നമുക്ക് എന്താണ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഒരു ബലത്തിന് വേണ്ടി പിടിക്കുന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് എന്താണ് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഈ പേഷ്യന്റ് ആ റൂമിൽ കിടക്കുമ്പോൾ അവരെന്താണ് മിക്കവാറും കേസുകളിൽ എന്താണ് ഇങ്ങനെയുള്ള ബെഡുമ പിടിക്കും, അല്ലെങ്കിൽ കട്ടിലുമ പിടിക്കും, ഡോറിന്റെ ലോക്കുമൊക്കെ പിടിച്ചെന്താണ് കണ്ടാമിനേഷൻ വരാനുള്ള എന്താണ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. Hence, that surface in hospital room can act as a sources or reservoirs for the spread of bacteria from the hands of healthcare workers and visitors to patient. അപ്പൊ എന്താണ് ഈ റൂമിൽ പ്രവേശിക്കുന്ന വിസിറ്റേഴ്സിന് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, അതല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകൾക്ക് എന്താണ് ഈ പേഷ്യന്റിൽ നിന്ന് ഈ ഒബ്ജക്റ്റീവ്സിലൂടെ എന്ത് വെച്ചു ഇൻഫെക്ഷൻ ബാധയേൽക്കും. സോ കീപ് ദ സർഫേസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർഫസുകൾ എന്താണ് മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് സംരക്ഷിക്കുക. എന്താണ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ സാനിറ്റേഷൻ പ്രവർത്തനങ്ങളിലൂടെ അണുവിമുക്തമാക്കി സംരക്ഷിക്കുക. ക്ലിയർ ആയോ? ആന്റി മൈക്രോബിയൽ സർഫസുകള് ഒരു റൂമില് ഒരു പേഷ്യന്റിനെ കിടത്തും എന്താണ് അതിലുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവിടെയുള്ള സർഫസുകളൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇൻഫെക്ഷൻ ബാധയുണ്ടാക്കും. അപ്പൊ എന്താണ് ആ റൂമിലേക്ക് പ്രവേശിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അതല്ലെങ്കിൽ അവരെ കാണാൻ വരുന്ന സന്ദർശകർക്ക്, വിസിറ്റേഴ്സിനൊക്കെ എന്താണ് ഈ ഇൻഫെക്ഷൻ ബാധയേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സർഫസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സുകൾ എന്താണ് മൈക്രോ ഓർഗാനിസംസ് അണുവിമുക്തമാക്കി സൂക്ഷിക്കുക, സംരക്ഷിക്കുക. എന്ത് പ്രവർത്തനങ്ങളിലൂടെ? സാനിറ്റേഷൻ ചെയ്ത് കാണിട്ടോ അതല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ എന്താണ് അണുവിമുക്തമാക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നെക്സ്റ്റ് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, ലക്ഷ്യം എന്തായിരിക്കും? എയിം എന്തായിരിക്കും അവരുടെ? എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആ പേരിൽ തന്നെയുണ്ട്. പ്രിവെന്റ് ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുക. അതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂല്ലേ? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തൊക്കെ മുൻകരുതലുകൾ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂല്ലേ? അതൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നോക്കിയേ ഇതില് ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി and is liable for establishing and maintaining infection prevention and control. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ അവരുടെ പ്രവർത്തനം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുക, അതല്ലെങ്കിൽ കൺട്രോൾ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന എന്താണ് നടപടികള് സ്വീകരിക്കുക. ക്ലിയർ ആയോ? പേഷ്യൻസിന് എന്താണ് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് വരുന്ന പേഷ്യൻസിന് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നതിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാവുന്നതിൽ നിന്നുള്ള നടപടികള് എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ പ്രവർത്തനങ്ങളൊക്കെ
കൊണ്ടുവരിക. ഇറ്റ്സ് മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ. എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ HAI എങ്ങനത്തെ രീതിയിൽ എന്തെല്ലാം രീതിയിൽ സ്പ്രെഡ് ചെയ്യാം, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. അതല്ലെങ്കിൽ എന്താണ് ഒരു ഇൻഫെക്ഷൻ ഏതെല്ലാം രീതിയിലാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, അതിനെ കുറിച്ച് മനസ്സിലാക്കുക അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നോസോകോമിയൽ അതായത് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ എന്താണ് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, റിപ്പോർട്ട് ചെയ്യുക അല്ലെ. എന്താണ് അവര് നിരീക്ഷിച്ചാൽ മാത്രം മതിയോ? ഹോസ്പിറ്റലിൽ പുതുതായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് റിപ്പോർട്ടൊക്കെ ചെയ്യണ്ടേ? ചെയ്യണോ? ചെയ്യണം. അപ്പൊ എന്താണ് റിപ്പോർട്ട് ചെയ്യുക, റിസർച്ച് ചെയ്യുക. അപ്പൊ എന്താണ് ഒരു ഇൻഫെക്ഷൻ വന്ന് അത് ജസ്റ്റ് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയാ? ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കണ്ടേ? അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെ റിസർച്ചുകൾ നടത്തണം അല്ലെ, ഗവേഷണങ്ങൾ, എന്തൊക്കെ മെഡിസിൻസ് അതിനു വേണ്ടി ആ ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാന്നുള്ള റിസർച്ചുകൾ, ഗവേഷണങ്ങൾ. പിന്നെന്താണ് എഡ്യൂക്കേഷൻ. ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോ നമുക്കറിയാൻ പറ്റും എന്താണ് കൊറോണ വരുന്നത് അല്ലെ, നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നത് എന്താണ് തടയുന്ന ഒരു പരിധി വരെ തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാന്ന് നമുക്കറിയാമായിരുന്നോ? കൈ ഹാൻഡ് വാഷ് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, ഇത്ര മീറ്റർ അകലം പാലിച്ച് നമ്മൾ സംസാരിക്കുക, നമുക്കറിയാമായിരുന്നു അതൊക്കെ? ഇല്ല. അതൊക്കെ ആരാണ് പറഞ്ഞു തന്നത്? നമുക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ അല്ലെ, അവയർനെസ് അല്ലെ, ഇങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നല്ലേ കിട്ടിയത്? ആണോ? ഇങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ? അപ്പൊ അതൊക്കെ ആരുടെ പ്രവർത്തനങ്ങളാണ്? ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളാണ്. എന്താണ് ഒരു ഇൻഫെക്ഷൻ വന്നാൽ അതിന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻസ്. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്താണ് ഒരു ഹോസ്പിറ്റലില് എന്താണ് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയാല് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൽ നിന്ന് തടയുന്നതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും തടയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഹോസ്പിറ്റലുകളിലുള്ള മാർഗങ്ങള്, പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും നടപടികളൊക്കെ സ്വീകരിക്കുക. കൂടാതെ എന്താണ് ഇറ്റ്സ് മോണിറ്റർ എന്താണ് ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, ഇൻഫെക്ഷൻസിനെ നിരീക്ഷിക്കുക. ഏതൊക്കെ രീതിയിലാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഏതെല്ലാം രീതിയിലാണ് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് എന്താണ് മോണിറ്റർ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ് റിസർച്ചുകൾ അല്ലെ, എന്തൊക്കെ മെഡിസിൻസ് അതിനു വേണ്ടി യൂസ് ചെയ്യാം, എന്തൊക്കെ മരുന്നുകള് ആ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാം എന്നതിനെ കുറിച്ചുള്ള റിസർച്ചുകള്. പിന്നെന്താണ് എഡ്യൂക്കേഷൻ അല്ലെ, മറ്റുള്ളവർക്ക് ആ ഇൻഫെക്ഷൻസിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തണം അല്ലെ. ഇവര് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ആ ഇൻഫെക്ഷൻസിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അല്ലെ. ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻസുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് എടുത്തത്? പ്രിവെൻഷൻ, പ്രതിരോധ മാർഗങ്ങളാണ് അല്ലെ. എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പടരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ. ഫസ്റ്റ് വൺ എന്താണ്? സാനിറ്റേഷൻ ചെയ്യുക, ശുചീകരണ പ്രവർത്തനങ്ങള്. നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ആണ്, വിമുക്തമാക്കുക. എന്താണ് കെമിക്കൽ മെത്തേഡിലൂടെ അല്ലെങ്കിൽ അയണൈസിംഗ് റേഡിയേഷൻ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഹീറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് മെത്തേഡിലൂടെ നമുക്ക് എന്താണ് സ്റ്റെറിലൈസ് ചെയ്യാം. ഐസൊലേഷൻ എന്താണ്? രോഗിയെ മറ്റു രോഗികളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന്
മാറ്റി താമസിപ്പിക്കുക, ഒറ്റപ്പെട്ട റൂമില് താമസിപ്പിക്കുക. ഹാൻഡ് വാഷിംഗ് എന്താണ്, നല്ല രീതിയിൽ തെറോ ആയ രീതിയിൽ കൈ കഴുകുക. ഒരു രോഗിയെ ടച്ച് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുന്നതിനു മുമ്പും ശേഷവും നല്ല രീതിയിൽ കൈ കഴുകുക. ഇതെന്താണ്, ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസിനെ തടയുന്നതിന് സഹായിക്കുന്നു. നെക്സ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എന്താണ്, PPE കിറ്റുകൾ എന്താണ്, ഗൗണ്, ഗ്ലൗസ്, മാസ്ക്, ഐവിയർ ഒക്കെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണില് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തില് അല്ലെങ്കിൽ നമ്മുടെ മൂക്കസ് മെംബ്രെയിനിൽ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിലൊക്കെ ഇൻഫെക്ഷൻ ബാധയേൽക്കുന്നതിൽ നിന്ന് ഈ PPE കിറ്റ് നമ്മളെ സഹായിക്കുന്നു. നെക്സ്റ്റ് ഗ്ലൗസ് എന്താണ്, കയ്യില് ഒരു ഇൻഫെക്ഷൻ ബാധ എത്തുന്നത് എന്താണ്, ഈ ഗ്ലൗസ് തടയുന്നത്. നമ്മുടെ ഹാൻഡിലൊന്ന് കയ്യിലൊന്ന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാതിരിക്കാൻ ഈ ഗ്ലൗസ് എന്താണ്, ഒരു പിവോട്ടൽ റോൾ വഹിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, അഡീഷണൽ പ്രിക്കോഷൻസ്, എയർബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ആൻഡ് കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത്, ഐസൊലേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് റൂമുകളിൽ താമസിപ്പിക്കുക. പിന്നെ എന്താണ്, ഈ പേഷ്യന്റിന്റെ അടുത്ത് പ്രവേശിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ, മെഡിക്കൽ പേഴ്സൺസ് എന്താണ്, സർജിക്കൽ മാസ്കുകൾ, നല്ല രീതിയിലുള്ള എഫിഷ്യൻസ് ആയിട്ടുള്ള മാസ്കുകൾ യൂസ് ചെയ്യുക. അവരുടെ പ്രവർത്തനങ്ങൾ ആ റൂമിൽ മാത്രമായി പരിമിതപ്പെടുത്തുക. അവർ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എന്താണ്, ആ ഒരു മാസ്ക് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ആന്റി മൈക്രോബിയൽ സർഫസ് എന്താണ്, ഒരു പേഷ്യന്റിനെ ഒരു റൂമിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന അവർ ടച്ച് ചെയ്യുന്ന സർഫസുകളിലും ഒബ്ജക്റ്റീവ്സിലൊക്കെ എന്താണ്, ഈ ഇൻഫെക്ഷൻ ബാധയേൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്താ, റൂമിൽ പ്രവേശിക്കുന്ന വിസിറ്റേഴ്സിന് അതല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, അവിടേക്ക് വരുന്ന ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് അല്ലെങ്കിൽ അതർ മെഡിക്കൽ സ്റ്റാഫിനൊക്കെ ആ ഇൻഫെക്ഷൻ ബാധ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സർഫസുകളിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താണ്, അണുവിമുക്തമാക്കുക. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ക്ലിയർ ആയോ ഇന്നത്തെ ചാപ്റ്റർ, ഇന്നെടുത്ത ഭാഗം, മിസ് എടുത്ത ഭാഗം ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുത്ത് ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ സെക്ഷനും കൂടി ഉള്ളൂ കേട്ടാ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസില് പിവോട്ടൽ എന്ന് പറഞ്ഞാല് സുപ്രധാനമായ, മെയിൻ, ഇമ്പോർട്ടന്റ്. ഇനി നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, പിന്നെ എന്താണ് ഇൻഫെക്ഷൻ കമ്മിറ്റിയുടെ റോളുകൾ എന്തൊക്കെയാണ്, പിന്നെ എന്താണ് നമ്മുടെ ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്പുകൾ, അത്രയും പഠിക്കാനുള്ളൂ കേട്ടാ. അതോടുകൂടി ഈ ചാപ്റ്റർ തീരെയാണ് നമ്മുടെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.